കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ലെയർ മൊത്തം സോൾവ് ചെയ്യാന്ന് പഠിച്ചു അല്ലേ. അടിയിലത്തെ ഒരു ലെയർ മൊത്തം നമ്മൾ സോൾവ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അത് ആദ്യം പോയി കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ, എന്നാലേ നമുക്ക് പിടികിട്ടുള്ളൂ. ഫസ്റ്റ് ലെയർ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് വേണം ഈ വീഡിയോ അറ്റൻഡ് ചെയ്യാൻ. പിന്നെ നമുക്ക് അടുത്തത് എന്താണ്, സെക്കൻഡ് ലെയർ എങ്ങനെ സോൾവ് ചെയ്യാന്നാണ് ഇന്ന് പഠിപ്പിക്കാൻ പോണത്. അതിനു വേണ്ടി ആദ്യമായിട്ട് നമ്മൾ ഈ കുരിശ് കട്ടകളെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. കണ്ട, ഈ കുരിശ് കട്ടയിൽ മഞ്ഞില്ലാത്ത കട്ടകൾ മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പം നമ്മൾ ഇത് നോക്കണേ, ഈ കുരിശ് കട്ട എടുത്ത് നോക്കാം, ഓറഞ്ചും മഞ്ഞയുണ്ട്. അപ്പം ഇതിന് മഞ്ഞയുണ്ട്, മഞ്ഞനുള്ളതിന് നമുക്ക് വേണ്ട. അടുത്തതോ ചോപ്പയും പച്ചയും, ഇതിൽ മഞ്ഞില്ല, അപ്പം ഇവനെ നമുക്ക് വേണം. ഇവിടെ ഓറഞ്ചും നീലയും, ഇതിൻ്റെ അകത്തും മഞ്ഞില്ല, ഇവനെ നമുക്ക് വേണം. ഇവിടെയാണെങ്കിൽ മഞ്ഞയും പച്ചയും, ഇതിനെ വിട്ടോ, മഞ്ഞുള്ളതിനൊന്നും നമുക്ക് വേണ്ട. അപ്പം മഞ്ഞില്ലാത്ത ഒരു കുരിശ് കട്ടനെ നമ്മൾ എടുക്കുകയാണ്. അപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും, കളർ മാച്ച് ചെയ്യിപ്പിക്കൽ തന്നെയാണ്. അപ്പം നീലയും സെൻട്രലത്തെ നീലയും തമ്മിൽ മാച്ച് ആവണം, അവിടേക്ക് കൊണ്ടുവന്ന് വയ്ക്കാം. മാച്ചായല്ല, ഇനിയിപ്പോൾ മുകളിൽ നോക്കുമ്പോൾ ഓറഞ്ചാണ് ഇതിൻ്റെ കളറ്. അപ്പം നമുക്ക് ഇവിടെ നോക്കാം, ഇവിടെ ഓറഞ്ച് ഇല്ല, ഇവിടെ ഓറഞ്ച് ഉണ്ട്. സെൻട്രലത്തെ കട്ടയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അത് സെൻട്രലിൽ ഓറഞ്ച് ഉണ്ട്. അപ്പം ഈ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു മാഗ്നറ്റ് എങ്ങനെയാണ് സെയിം പോൾസ് റിപ്പൽ ചെയ്യും. ഒരേ പോലത്തുള്ള പോളാണെങ്കിൽ അത് റിപ്പൽ ചെയ്യും. അതുപോലെ തന്നെ ഇവിടെയും ചെയ്യണം. അപ്പോൾ ഓറഞ്ചിൻ്റെ ബന്ധുവായിട്ട് ഓറഞ്ച് ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണ്ട, പകരം ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കാം, ഒരു തിരി അങ്ങോട്ട് തിരിക്കാം. അതിനുശേഷം ഈ വെള്ളം മുകളിലേക്ക് കൊണ്ടുവരാം, അടിയിൽ കിടക്കണ വെള്ളം ഒരു തിരിച്ച് മുകളിലേക്ക് കൊണ്ടുവരാം, ഒന്നും കൂടി ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കാം. എന്നിട്ട് ഈ മുകളിലേക്ക് കൊണ്ടുവന്ന വെള്ളനെ തിരിച്ചടിയിലേക്ക് തന്നെ വയ്ക്കാം. ഇപ്പോൾ എന്ത് സംഭവിച്ച്, ഇവിടെ നിന്നൊരു വെള്ളം പോയി അല്ലേ, നമ്മൾ നേരത്തെ സോൾവ് ആക്കി വെച്ചിരുന്നതാണ്. അപ്പോൾ ആ വെള്ളം മുകളിൽ കിടപ്പുണ്ട്. ഇവനെ തിരിച്ചടിയിലേക്ക് എത്തിക്കണം. അതെങ്ങനെ തിരിച്ചടിയിലേക്ക് എത്തിക്കാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടില്ലേ, അതുപോലെ തന്നെ എത്തിക്കാം. എങ്ങനെ, ഈ വെള്ളയുടെ കൂടെയുള്ള ഓറഞ്ച് ആദ്യം കളറ് മാച്ച് ചെയ്യിപ്പിക്കാം, എന്നിട്ട് ഒരു തിരി മുകളിലേക്ക്, ലെഫ്റ്റിലേക്ക് തിരി, റെഡി അടിയിലേക്ക്. അപ്പം ആ സാധനം തിരിച്ചെത്തി, ആ ലെയറിന് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇനി അടുത്തത് മുകളിൽ മഞ്ഞില്ലാത്ത കുരിശുകട്ട ഏതാണെന്ന് നോക്കാം. അപ്പം ഇതാണ് മഞ്ഞില്ലാത്തൊരു കുരിശുകട്ട. അപ്പം ഇതിൻ്റെ ആദ്യം എന്ത് ചെയ്യണം, കളർ മാച്ച് ചെയ്യിപ്പിക്കാം. കളർ മാച്ചായി. ഇനി മുകളിൽ ചോപ്പയാണ്, നമുക്ക് എവിടെയാണ് ചോപ്പാന്ന് നോക്കാം. ഇവിടെയാണ് ചോപ്പ. അപ്പം എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കാം. എന്നിട്ട് ഈ വെള്ളനെ മുകളിൽ കൊണ്ടുവരാം, ഒന്നും കൂടി ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കാം, വെള്ളനെ തിരിച്ച് താഴത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഒരു വെള്ളം മുകളിലേക്ക് വന്നിട്ടുണ്ടാവും, അതിനെങ്ങനെയെങ്കിലും താഴെ എത്തിക്കാം. അപ്പോൾ നമുക്ക് കളർ മാച്ച് ചെയ്യിപ്പിക്കാം, ഒരു തിരിങ്ങോട്ട് അടിയിലേക്ക്. അപ്പം അത് താഴേക്ക് പോയി. ഇനി നമുക്ക് നോക്കാം എവിടെയാണ് മഞ്ഞില്ലാത്ത കുരിശ് കെട്ടാന്ന്. അപ്പം നോക്കുമ്പോൾ എന്താണ്, എല്ലാത്തിലും മഞ്ഞുണ്ട്. ഇവിടെ മഞ്ഞുണ്ട്, ഇതിൽ മഞ്ഞുണ്ട്, ഇതിൽ മഞ്ഞുണ്ട്, ഇതിൽ മഞ്ഞുണ്ട് അല്ലേ. അപ്പോൾ നമ്മുടെ സൈഡ് മൊത്തം സോൾവ് ആയി നോക്കിയേ, ഏകദേശം സോൾവ്. ഒരു കട്ട മാത്രമേ ഇതിൻ്റെ ഇടയിൽ കയറി കിടക്കുന്നുണ്ട്. ഇവനൊരു പ്രശ്നക്കാരനാണ് അല്ലേ. ഇവനെ നമുക്ക് മുകളിലേക്ക് തട്ടാം. ഇങ്ങനൊരു തട്ട് കെട്ടി ഒരു തിരിച്ചാൽ അവ മുകളിലേക്ക് പൊക്കോളും, എന്നിട്ട് തിരിച്ചു തന്നെ എടുക്കാം. അപ്പോൾ ഒരു വെള്ളക്കട്ട മുകളിലേക്ക് കയറിപ്പോയി അല്ലേ. അപ്പോൾ അതിനെ നമുക്ക് ആദ്യം താഴേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഇനി നമുക്ക് നോക്കാം, മുകളിൽ മഞ്ഞില്ലാത്ത വല്ല കട്ട വന്നിട്ടുണ്ടോ എന്ന്. ഒരു കുരിശുകട്ടയിൽ മഞ്ഞില്ല. ഇത് നേരത്തെ അതേ സ്റ്റെപ്പ് തന്നെ, ആദ്യം കളർ മാച്ച് ചെയ്യിപ്പിക്കാം. എന്നിട്ട് നോക്കാം, ഇവിടെ ചുവപ്പ കളറില്ല, അപ്പം ഇവിടെയാണ് ചുവപ്പ, ബന്ധു ഇവിടെയാണ്. അപ്പം എന്ത് ചെയ്യണം, ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിക്കണം. എന്നിട്ട് ഇവിടെ വെള്ളം മുകളിലേക്ക് കൊണ്ടുവരാം, ഒന്നുകൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് വെള്ളനെ തിരിച്ചടിയിലേക്ക് എത്തിക്കാം. എന്നിട്ട് ഈ മുകളിൽ കയറിയ വെള്ളനെ എങ്ങനെയെങ്കിലും താഴെ എത്തിക്കാം. താഴെ എത്തിച്ച് അല്ലേ. ഇപ്പം എന്തായി, നമുക്കൊന്ന് ചുറ്റും ഓടിച്ച് നോക്കാം. നമ്മൾ 2 ലെയർ സോൾവ് ചെയ്ത് കഴിഞ്ഞു. എളുപ്പമല്ലേ. ഇത് ഈ സ്റ്റെപ്പാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ്. അപ്പം ഈ സ്റ്റെപ്പ് എത്ര സ്പീഡിൽ ചെയ്യുന്നു അത്ര സ്പീഡിൽ നിങ്ങൾക്ക് റുബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റും. ഇതിലാണ് ശരിക്കും ഏറ്റവും കൂടുതൽ ടൈം പോകുന്ന സ്റ്റെപ്പ്. അപ്പോൾ ഈ സ്റ്റെപ്പ് പറ്റണം അത്രയും പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യാം. 10-20 പ്രാവശ്യം പ്രാക്ടീസ് ചെയ്താലും തെറ്റില്ല. അപ്പോൾ അത് കൈയൊക്കെ താനേ വരും അത്യാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ
ഇത് നന്നായിട്ട് ഷഫിൾ ചെയ്യുക. എന്നിട്ട് പിന്നെയും ഇതുവരെ എത്തിക്കുക.